ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ബട്ടൂരയും ബട്ടർ ചിക്കൻ്റെയും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ ബട്ടൂര തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണ് ഈസ്റ്റും 1 ടീസ്പൂണ് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നീട് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം പാടെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളത്തിൻ്റെ ആവശ്യം വരും കേട്ടോ. അങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് 5 മിനിറ്റ് നേരം കുഴച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടതായിട്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്ന് ഓയിൽ തടവിയിട്ട് വേണം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നല്ലപോലെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഓരോ ഉരുളകളും ഇതുപോലെ പരത്തിയെടുത്തിട്ട് 4ആയി ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ബട്ടൂരയുടെ റെസിപ്പി കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു 3/4 കിലോളം ചിക്കൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണോളം തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം ബട്ടറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിലും പാടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനെല്ലാം കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നീട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 10-11 കശുവണ്ടി ചേർത്ത് കൊടുക്കുക. പിന്നീട് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 2 തക്കാളി ചേർത്ത് കൊടുക്കുക. 2 തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും സവാളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടാറിയാൽ മിക്സിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 കപ്പോളം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്ത് തന്നെ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തിയും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇത്രയുള്ളൂ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയും. അപ്പോൾ ബട്ടൂരയും ബട്ടർ ചിക്കനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.